നമുക്കൊപ്പം. സിനോജ്, ഗുഡ് മോർണിംഗ്. ദേശീയ പൗരത്വ നിയമ ഭേദഗതി ഇന്നും കേരളത്തിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. മലബാർ മേഖലയിൽ എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ പ്രതിഷേധം? ഇന്നലെ ചില സൂചനകളൊക്കെ നമ്മൾ കണ്ടു. തീവണ്ടി തടയലടക്കം ഇന്നലെ പ്രതിഷേധ പരിപാടികളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രതിഷേധം കടുക്കുമോ മലബാർ മേഖലയിൽ? ഒരു സംശയം വേണ്ട ഡോക്ടർ അരുൺകുമാർ. ഇനി പ്രതിഷേധത്തിൻ്റെ രാവും പകലുമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒപ്പം നിയമ പോരാട്ടവും അതിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ വാർത്ത പുറത്തു വന്ന ആ നിമിഷം മുതൽ തന്നെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും സമരമുഖത്തേക്ക് ഇറങ്ങിയിരുന്നു. രാത്രി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലബാർ എക്സ്പ്രസ് അരമണിക്കൂറോളമാണ് തടഞ്ഞിട്ടത്. വലിയ പ്രതിഷേധമായിരുന്നു. 12 പേരെ RPF ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇന്ന് പുലർച്ചെയാണ് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. ഇന്ന് 14 ജില്ലകളിലും നൈറ്റ് മാർച്ച് നടത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ ഇന്ന് രാത്രി 9 മണിക്ക് നൈറ്റ് മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി UDF സമരത്തിനും പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ LDFും അങ്ങനെ ആ രീതിയിലുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്നലെ തന്നെ പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ശക്തമായ സമരമായി മുന്നോട്ട് പോകുമെന്ന് CPM വ്യക്തമാക്കിയതാണ്. DYFI ഇന്നലെ പാലക്കാട്, മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തീപ്പന്തം കൊളുത്തിയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. കണ്ണൂരിൽ ദേശീയപാത ശക്തമായ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ് മലബാർ മേഖലയിൽ അടക്കം കാണുന്നത്. DYFI ഉണ്ട്, ലീഗ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസുമുണ്ട്. ദേശീയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലേക്ക് രാജ്യം പോകുന്നു. കേരളത്തിലും വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും സുനിഷ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ, എങ്ങനെയാണ് തെക്കൻ കേരളത്തിലെ പ്രതിഷേധത്തിന്റെ ഇന്നത്തെ സ്വഭാവം? ഇന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ ഇന്ന്? തീർച്ചയായും അരുൺ, ഏതായാലും സിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും ഇന്ന് ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും പ്രതിഷേധം കടുക്കുമെന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ ഇന്നലെ മലബാർ ഏരിയയിൽ കണ്ടതുപോലുള്ളൊരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാത്രിയൊന്നും തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാര്യം അറിഞ്ഞതിന് പിന്നാലെ തന്നെ DYFIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച്, അതേ രീതിയിൽ തന്നെ പല രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും ഇവിടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്നും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് LDFന്റെ നേതൃത്വത്തിൽ 11 മണിക്ക് തന്നെ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. പല സംഘടനകളുടെ നേതൃത്വത്തിലും പല ഭാഗങ്ങളിലുമായി പ്രതിഷേധ സദസ്സുകൾ നടക്കുന്നു. ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധം കടുപ്പിക്കുക എന്നത് തന്നെയാണ് UDFന്റെ ആയാലും LDFന്റെ ആയാലും തീരുമാനം, യുവജന സംഘടനകളുടെ ആയാലും തീരുമാനം. അത്തരത്തിൽ MSFന്റെ സംസ്ഥാനത്ത് വ്യാപകമായി തെക്കും വടക്കും ഒക്കെ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സുനിഷയും ഒപ്പം തന്നെ സിനോജും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത